റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. ജൽജീവൻ മിഷൻ പ്രതിസന്ധി പരിഹരിക്കാൻ തുക അനുവദിച്ച് സർക്കാർ. സംസ്ഥാന സർക്കാർ വിഹിതമായി 500 കോടിയാണ് അനുവദിച്ചത്. തുക കരാറുകാരുടെ കുടിശ്ശിക തീർക്കാൻ ഉപയോഗിക്കും. തുക അനുവദിച്ചതോടെ കേന്ദ്ര വിഹിതത്തിനായി സർക്കാർ ശ്രമം തുടങ്ങി. ഗ്രാമീണ റോഡുകളിലെ നരകയാത്ര വാർത്തയാക്കിയുള്ള റിപ്പോർട്ടർ മെഗാ ലൈവത്തോണിന് പിന്നാലെയാണ് നടപടി. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, സർക്കാർ വിഹിതമായി 500 കോടി കൂടി അനുവദിക്കുമ്പോൾ കുടിശ്ശിക തീരാൻ പോകുന്നു. കൂടുതൽ നല്ല വഴികൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാമല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. നമ്മൾ മെഗാ ലൈവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം ഗ്രാമീണ റോഡുകൾ പരിശോധിച്ചപ്പോൾ നരകയാത്രയാണ് അവിടുത്തെ ജനങ്ങൾക്ക് എന്ന കാര്യത്തിൽ സംശയം ഒട്ടുമേയില്ലായിരുന്നു. അതിന് പരിഹാരം ഉണ്ടാകാൻ പോകുന്നു എന്നതാണ് ആശ്വാസകരം. ഭാഗികമായെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുന്നു. ആകെ 4000 കോടിയിൽ പരം രൂപയാണ് കരാറുകാർക്ക് കുടിശ്ശികയുള്ളത് ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടതിൽ 500 കോടി രൂപ സംസ്ഥാന സർക്കാർ വിഹിതം അനുവദിച്ചിരിക്കുന്നു. ഇനി കേന്ദ്ര സർക്കാർ വിഹിതമായി 1000 കോടി രൂപയ്ക്കുള്ള ശ്രമവും തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഭാഗികമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. കുണ്ടും കുഴിയുമായി നല്ല വൃത്തിയിൽ സൂക്ഷിച്ച റോഡുകൾ, കോൺക്രീറ്റും ഇന്റർലോക്കും ഇട്ട് സൂക്ഷിച്ച റോഡുകൾ ജൽജീവൻ മിഷൻ പദ്ധതിക്കായി കുഴിക്കുകയും പിന്നീട് അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയാതെ വരികയും ചെയ്ത സാഹചര്യം റിപ്പോർട്ടർ TV പുറത്തെത്തിച്ചിരുന്നു. അതിന് പിന്നാലെ അടിയന്തര നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. 500 കോടി രൂപയാണ് മുൻകൂറായി ഇപ്പോൾ സംസ്ഥാന വിഹിതം നൽകിയിരിക്കുന്നത്. അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് റിപ്പോർട്ടർ TVയോട് റോഷി അഗസ്റ്റിനും പ്രതികരിച്ചിരുന്നു. സുജയ.